ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? നിങ്ങളായിട്ട് എന്ത് മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം എന്ന് നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്. ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരായിട്ട് കൊണ്ടുവരേണ്ട മാറ്റം എന്താണ്? നിങ്ങളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് നോക്കാം. സോ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. സോ നിങ്ങളുടെ കാർഡ്സ് എന്താണെന്ന് നോക്കാം. ദ സ്ട്രെങ്ത്, ടെമ്പറൻസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന 2 ഓഫ് സോർട്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് തീരുമാനമെടുപ്പിക്കാൻ വൈകുന്നുണ്ട്. ചില ഇമോഷൻസ് അല്ലെങ്കിൽ ചില വേദനകൾ ഫീൽ ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ അത് നിങ്ങൾ റിയാലിറ്റിയിൽ ഉൾക്കൊള്ളേണ്ടി വരുമെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു എനർജിയൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഇതിനെ സംബന്ധിച്ച് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനഃശക്തി നിങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനഃശക്തി വീണ്ടെടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിലൂടെ, നിങ്ങളുടെ ഈ മനഃശക്തി വീണ്ടെടുക്കുന്നതിലൂടെ ബാലൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഇമോഷൻസിൻ്റെ കാര്യമായിക്കോട്ടെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, പണത്തെ സംബന്ധിച്ചായിക്കോട്ടെ, ഒക്കെ ഒരു ബാലൻസ് ഇല്ലാതെ ആയിരിക്കും നിങ്ങൾ പോവുക. പക്ഷേ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയാൽ തന്നെ ഈ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര നിങ്ങളുടെ ഒരു പ്രോസ്പെറിറ്റിയിലേക്കുള്ള യാത്രയാണ്. സോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു തീരുമാനമെടുക്കാനുള്ള താമസമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും.